അവിടെ മീനുണ്ട് കേട്ടോ. കണ്ടാ കണ്ടാ അവിടെ മീനുണ്ട്. ഇതാ അവിടെ അവിടെ. ആ അതന്നെ. നല്ല വ്യൂ പോയിന്റ്. അവിടെ ഇങ്ങനൊരു പുതിയൊരു ഇത് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് പുതിയതുപോലെ തോന്നണേ. വലിയ ഇത് വന്നിട്ടില്ലേ, പക്ഷെ അവിടേക്ക് എൻട്രി അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. കണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇത്ര വരെ വരായിരുന്നു. അതിൻ്റെ മോഡലൊക്കെ പണിതിട്ടാണ് കണ്ടോ. നല്ല അടിപൊളി മോഡലാണ്. അമ്പലത്തിൻ്റെ എന്തോ ഒരു മോഡൽ അല്ലേ. കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ കോബ്ര കണ്ടു. കോബ്ര കിങ് കോബ്ര. അതിൻ്റെ മുകളിലൊരു നലിങ്കുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു പ്രാന്തം നിൽക്കണൊക്കെ. ഇത് കുറച്ചും കൂടി നമ്മൾ രണ്ടാമത്തെ നിലയിൽ നിന്നിട്ടാണ് എടുക്കണേ. അപ്പോൾ കുറച്ചും കൂടിയും കാറ്റുണ്ട്. അപ്പോൾ ഈ ചെറിയ രീതിയിലുള്ള കാറ്റുണ്ട്, അതേപോലെ തന്നെ ചെറിയ ചൂടും വരുന്നുണ്ട് ആ കാറ്റിൻ്റെ ഒപ്പം കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ ചൂടുള്ളോ, നമുക്ക് കുഴപ്പമില്ല, സഹിക്കാൻ പറ്റുന്ന ചൂടാണ്. ഉണ്ടോ, വെള്ളത്തിനൊരു കുറവില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഫുള്ള് പാറയാണെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ ഇടയിൽ നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു നമ്മുടെ പുഴ പോലെയല്ല, ഭയങ്കര റിസ്ക്കാണ് എന്ന് പറഞ്ഞു. നമ്മൾ വന്നപ്പോൾ വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വഴുക്കലുള്ള പാറ ഭാഗത്തൊന്നും നമ്മൾ ചവിട്ടിയിട്ടില്ല കേട്ടോ. പാറ വഴുക്കലുള്ളിടത്തേ നമ്മൾ ചവിട്ടിയില്ല. അത് ശ്രദ്ധിച്ചിട്ടൊക്കെ നമ്മൾ കടന്നു വന്നേ. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് കുഴപ്പമില്ല, അത്ര വെയിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. പക്ഷെ വെള്ളത്തിൽ കാല് ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലാകുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല സുഖമാണ്. ഇങ്ങനത്തെ സ്ഥലം എവിടെയെങ്കിലും കണ്ടോ? ഇവിടെ വരണം, എന്നാലാണ് ഇതേപോലത്തെ സ്ഥലം കിട്ടുള്ളൂ. അതിരാവിലെ ഒരു 6 മണിക്ക് ഇവിടേക്ക് എത്താൻ ചെല്ലും. ഇഷ്ടംപോലെ ആനകൾ ഈ ഏരിയയിൽ വന്ന് വെള്ളം കുടിക്കും. ഇനി വൈകിട്ട് ഒരു 5:30-6 മണി വരയ്ക്ക് ആൾക്കാരെ അങ്ങോട്ട് കടത്തി വിടുള്ളൂ. 5 മണി വരെ ഇവിടെ കടത്തുള്ളൂ. 5 മണി 5:30 ചുറ്റിപ്പറ്റിക്ക് നിന്ന് 6 മണി വരെ ആക്കി കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളൊരു 3:30-ക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചുറ്റിപ്പറ്റി ഒരു 5:30 വരെയൊക്കെ നിൽക്കാം.
അപ്പം നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും. ഇതായിരിക്കുന്നത് ആനയാണോ? ആനയുടെ പോലെ ഉണ്ടല്ലേ? ആ പാറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ വഴിയിൽ അങ്ങനെ ആനേനെ പോലെ തോന്നിപ്പിക്കുന്ന കുറെ പാറകളുണ്ട്. എന്നാലും ഇത്ര ചൂടുണ്ടെങ്കിലും എന്താ അറ്റം വരെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. നോക്കിയേക്ക് അറ്റത്ത് വരെ ആൾക്കാരുണ്ട് അവിടെ. അവർക്കൊരു വിഷയമല്ല. വേണ്ട. പിന്നെ ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് തുടങ്ങി നമ്മൾ ഇത് എടുത്തുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇനി വേറെ വല്ല വ്യൂസ് കിട്ടുമെന്ന് നോക്കട്ടെ. വാ. ആരുമില്ല. ഇനി വെള്ളം മേടിക്കും. പിടിച്ചേ. നേരത്തെ സ്പീഡിൽ നടക്കട്ടെ. അത് ആ എണ്ണപ്പാനകളിൽ നമ്മളെ ഏഴാറ്റുമുഖല്ല അത്? അത് ഏഴാറ്റുമുഖ. ആ നമ്മളെ ആ വഴി കൂടെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടാ. എനിക്ക് തോന്നണേ ആ ഹൈറ്റിൽ കൂടെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ടാവും. എന്നുവെച്ചാൽ നമുക്ക് വഴിയൊന്നും അറിയില്ലല്ലോ. ആ വണ്ടികൾ പോകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കായിരുന്നു അത് നമ്മൾ ആ വഴി പോയിട്ടുണ്ടെന്ന്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ അതിരപ്പള്ളി വാഴച്ചാൽ പോയപ്പോഴേ ഈ വഴി കൂടെയാണ് പോയേക്കണേ. അത് കാരണം കൊണ്ട് നമുക്ക് മനസ്സിലായി ഈ എണ്ണപ്പനകൾ നമ്മൾ പോണ വഴിയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒന്നുകൂടി ഭൂമിയെ പിടിക്കുന്നില്ല. അതെ, വെയിലത്ത് നമ്മൾ സൂം ചെയ്യുമ്പോൾ ക്ലിയർ അല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ വീഡിയോ നല്ല ക്ലിയർ ആയിരിക്കും. ആ എണ്ണപ്പനകൾ കേട്ടാ. ആ നമ്മുടെ തെങ്ങിൻ്റെ ഓല പോലെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എണ്ണയുടെ ഇത് എണ്ണക്കുരുവിൻ്റെ മരം. അത് ഓലയല്ല കേട്ടോ, നമ്മുടെ തെങ്ങല്ല. തെങ്ങിനെ പോലെ ഏകദേശം സാദൃശ്യമുണ്ട്. താഴ്ത്തി ഇറങ്ങണം. ഇപ്പൊ പുതിയത് പണി കഴിച്ചിട്ടുള്ളതുകൊണ്ട്. പക്ഷേ വേറെ സ്റ്റെപ്പുണ്ട്. വണ്ടിയിൽ പാർക്കിംഗ്. ഗാർഡൻ ട്ടാ. നമ്മുടെ ആ ചിൽഡ്രൻസ് പാർക്ക് കഴിഞ്ഞ് തുമ്പൂർമുഴി ഗാർഡൻ കണ്ട. അതിൽ കൂടെ ഇങ്ങനെ കയറി വന്നിരിക്കട്ടോ. ഇത് ഇവിടെ വെള്ളം അപ്പുറത്തെ സൈഡിൽ കൂടെ പോയ പോലത്തെ ഉള്ള
അത്ര വലിയ ബഹളമൊന്നുമില്ല കേട്ടോ, ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. വെള്ളമുണ്ട്, അതിരപ്പള്ളിന്ന് വരലാന്ന് പറഞ്ഞു കേട്ടോ. വെള്ളം എപ്പോൾ വേണമെങ്കിലും കൂടാം കുറയാം, അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ആണ് നമ്മൾ തുമ്പൂർ മുഴിയും ഏഴാറ്റുമുഖവും കണ്ടു കഴിഞ്ഞു. ഇനി വെള്ളം കുടിക്കാട്ടോ. ഫ്രഷ് ജ്യൂസ് കുടിക്കാം. എനിക്ക് കാപ്പി മതി. കാപ്പി എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം അതിനോടനുബന്ധിച്ചുള്ള